Good morning, students. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളിൽ വരുന്ന പോർഷൻസ് മെയിൻ ആയിട്ട് സ്ലാബ്സിന്റെ ഡിസൈനുകളാണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്ന വൺ വേ സ്ലാബിലെ സിംപ്ലി സപ്പോർട്ടഡ് വൺ വേ സ്ലാബിലെ ഡിസൈൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അത് സ്ലാബ്സിന്റെ ബേസ് ആണ്, മാത്രമല്ല ബീംസിന്റെയും ബേസ് ആണ് ആ ഡിസൈന്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതിലോരോ സ്റ്റെപ്പുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുക. ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സെയിം ഡിസൈൻ തന്നെ വൺ വേ സ്ലാബില് കണ്ടിന്യൂസ് സ്ലാബ്സ്, സിംപ്ലി സപ്പോർട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. കണ്ടിന്യൂസ് സ്ലാബിൽ വരുമ്പോൾ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വൺ വേ സിംപ്ലി സപ്പോർട്ട് സ്ലാബിന്റെ സ്റ്റെപ്പുകളും പ്രൊസീജിയറുകളും ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലാബ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബീം ഓഫ് യൂണിഫോം വിഡ്ത്ത് 1 മീറ്റർ വിഡ്ത്ത് അല്ലെങ്കിൽ 1 യൂണിറ്റ് വിഡ്ത്ത് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബീമിൽ വരുന്ന എല്ലാ ചെക്കും കാര്യങ്ങളും നമ്മൾ സ്ലാബിലും കൂടെ ഇൻക്ലൂഡഡ് ആവും. സ്ലാബിന്റെ ഡിസൈൻ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സിമ്പിൾ ആണ്, പക്ഷെ സ്ലാബിന്റെ കേസിൽ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് വരും. കാരണം ഡീറ്റെയിലിംഗ് ഉദ്ദേശിച്ചത് നമ്മൾ ഡിസൈൻ ചെയ്ത റീഇൻഫോഴ്സ്മെന്റിന്റെ പ്ലേസ് ചെയ്യുന്നതിന്റെ ഡ്രോയിങ്, അത് കുറച്ചുകൂടി വാസ്റ്റ് ആയിരിക്കുന്ന. സ്ലാബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ എലമെന്റ് ആണ്. ബീമിലെ ക്രോസ് സെക്ഷൻ കാണിക്കുന്ന പോലെയല്ല. കട്ട് എലിമെന്റും അതുപോലെ തന്നെ ലാപ്പിങ്ങും ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്കും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അത് IS 456 ബിയോണ്ട് ആയിട്ട് ഒരുപാട് കോഡുകൾ കൂടി റെഫർ ചെയ്തിട്ടാണ് ഡീറ്റെയിലിംഗ് വരുന്നത്. നോർമലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് വൺ വേ സ്ലാബുകൾ ചോദിക്കാറുണ്ട്. വൺ വേ സ്ലാബ് ചോദിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് differentiate between one way and two way slabs. What are one way slabs, how their actions, how their behavior എന്ന് കൂടെ ചോദിക്കാറുണ്ട്. അതിന്റെ സബ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്, ഒരു ഡിസൈൻ പ്രോബ്ലം പാർട്ട് സിയിൽ. അല്ലെങ്കിൽ പാർട്ട് സിയിൽ പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഓറായിട്ട് വരുന്നത് മിക്കവാറും ടു വേ സ്ലാബ്സ് ആണ്. ടു വേ സ്ലാബ്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് വൺ വേ സ്ലാബ്, കണ്ടിന്യൂസ് വൺ വേ സ്ലാബ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസൈൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ചെക്ക് വെദർ വൺ വേ ഓർ ടു വേ. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ വൺ വേ ആണോ ടു വേ ആണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ വൺ വേ ആണോ ടു വേ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഏത് പ്രൊസീജിയറിലോട്ട് പോകാൻ എന്നുള്ളത് നമുക്ക് നോക്കാൻ. ഇനി അത് അടുത്ത് കഴിഞ്ഞാൽ L/D റേഷ്യോ കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത്. L/D റേഷ്യോ അസ്യൂം ചെയ്യാം. നമുക്കറിയാം 7, 20, 26 എന്നുള്ള L/D റേഷ്യോന്റെ വാല്യൂസ് കാൻഡിലിവർ സ്ലാബ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ബീംസ് ആണെങ്കിൽ 7 എന്നുള്ള വാല്യൂ, സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ 20യും കണ്ടിന്യൂസ് ആണെങ്കിൽ 26ഉം. ആ ടേബിൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിംപ്ലി കണ്ടിന്യൂസ് ആകുമ്പോൾ 26 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ. ഇവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടറിന്റെ കേസിലെ പോലെ അല്ല കണ്ടിന്യൂസ് സ്ലാബിന്. അതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ ഓഫ് ലോഡ്. നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം എടുക്കുന്ന പോലെയല്ല കണ്ടിന്യൂസ് സ്ലാബിന്റെ അനാലിസിസ് വരിക. ഇപ്പോൾ ലോഡിന്റെ കാൽക്കുലേഷൻ മാറും. സ്റ്റെപ്പുകളെല്ലാം സെയിം തന്നെയാണ്. ഇക്വേഷൻസിൽ പുട്ട് ചെയ്യുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരും. ചെക്ക് വെദർ സെക്ഷൻ ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ഓർ അണ്ടർ റീഇൻഫോഴ്സ്ഡ്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പല ടെക്സ്റ്റുകളിലും ചില മാറ്റങ്ങൾ, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ, സ്റ്റെപ്പുകൾ വരാറുണ്ട്. അതായത് ചെക്ക് വെദർ സെക്ഷൻ ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് MU ലിമിറ്റ് കണ്ട് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടു. നമ്മളെ സെക്ഷനിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടു. അത് ഇതിനകത്താണോ എന്ന് ചെക്ക് ചെയ്തു. അതിന് പുറമെ ചില പുസ്തകങ്ങളിൽ കാണാൻ പറ്റും ഡെപ്ത് ചെക്ക് ചെയ്യുന്നത്. ഡെപ്ത് ചെക്ക് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അതായത് MU ലിമിറ്റിന് പകരം നമ്മൾ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് പുട്ട് ചെയ്തിട്ട് D അൺനോൺ ആക്കി വെച്ചിട്ട് സ്മോൾ d കണ്ടുപിടിക്കും. എന്നിട്ട് ഇപ്പൊ D കിട്ടുന്നത് ഒരു 100 mm ഡെപ്തുള്ള സ്ലാബ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത വാല്യൂ 120 ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നാൽ അത് 90 ആണ് നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം, നമ്മൾ അസ്യൂം ചെയ്തത് 90 ആണ്, ഇക്വേഷൻ പ്രകാരം 100 mm ആണ് കിട്ടിയെങ്കിൽ അത് ഫെയിലിയർ ആണ്. വീണ്ടും സെക്ഷൻ റിവൈസ് ചെയ്യണം. അങ്ങനെയും ചെയ്യാം. വെദർ സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡെപ്തും ഓക്കെ ആണോ എന്നുള്ളത്, നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത് ആസ് പെർ ദ ഇക്വേഷൻ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അടുത്തത് ഏരിയ ഓഫ് സ്റ്റീൽ. അതോടുകൂടി ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക. അതോടുകൂടി നമ്മുടെ ഡിസൈൻ സ്റ്റെപ്സുകൾ കഴിഞ്ഞു. ഇനി ഷിയർ ഫോഴ്സ് ചെക്ക് ചെയ്യുക, ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക, ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം കിട്ടിയിരുന്നു കഴിഞ്ഞ ഡിസൈൻ ടോപ്പിക്കിലെ കുറച്ച് പേര് സ്പീഡ് കൊടുക്കാന്ന് പറഞ്ഞു. മാക്സിമം ഞാൻ സ്ലോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ബെറ്റർ ആണ്, ക്ലാസ് ഡിസൈൻ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെയാണ്. പിന്നെ ഒന്നുകൂടെ പറയുന്നു, ഏതെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇലാബറേറ്റ് ആയിട്ട് സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില സ്റ്റെപ്പുകൾ ചുരുക്കിയിട്ടുണ്ടാവും. ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ട് തോന്നിയാൽ, എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പിലോട്ട് എങ്ങനെ പോയി എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അത്ര tedious കാൽക്കുലേഷൻ ഒന്നും ഇല്ല, എന്നാലും നോക്കാം. വേണ്ട മെറ്റീരിയൽസുകളാണ് ആദ്യം പറയുന്നത്. നമുക്ക് L/D റേഷ്യോ നമുക്കറിയാം. ആസ് പെർ IS 456 2000 പേജ് 37 ഉള്ള ടേബിൾ പ്രകാരം കാൻഡിലിവർ ആണെങ്കിൽ 7, ഇതാണ് നേരത്തെ പറഞ്ഞ വാല്യൂ. സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ L/D റേഷ്യോ എന്താണ്? 20, കണ്ടിന്യൂസ് ആണെങ്കിൽ 26. ഇവിടെ ചില ഡൗട്ടുകൾ ഉണ്ടാകും. L എഫക്റ്റീവ് എടുത്തിട്ട് അതിന് ബൈ ഡെപ്ത് കൊണ്ട് ചെയ്യണോ? കുഴപ്പമില്ല, ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. L എടുത്തിട്ട് ചെയ്താലും മതി. ആക്ച്വലി L എഫക്റ്റീവ് ആണ്. 7, 20, 26 ഇതാണ് വാല്യൂസ് വരുന്നത്. ഇനി 10 മീറ്ററിനേക്കാളും കൂടുതലുള്ള സ്പാനുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ മോഡിഫിക്കേഷൻ ഫാക്ടർ കൂടി റൈറ്റ് സൈഡിൽ കൊടുത്ത മോഡിഫിക്കേഷൻ ഫാക്ടർ കൂടി അതിൽ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ലോഡിംഗ് ഓൺ സ്ലാബ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് വെയിറ്റ് പ്ലസ് ലോഡ് ഡ്യൂ ടു പാർട്ടീഷൻ ആൻഡ് ഫിനിഷിംഗ്. നോർമൽ കേസിൽ ലോഡുകൾ പാർട്ടീഷനിലോ ഫിനിഷിങ്ങിന്റെയോ പാർട്ടീഷന്റെയോ വാല്യൂ തരും. തരാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 kN per meter square വാല്യൂ പുട്ട് ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. പിന്നെ ഉള്ളത് ലൈവ് ലോഡ്. ലൈവ് ലോഡ് നിങ്ങൾക്കറിയാം 1.5 kN per meter square വിത്ത് ആക്സസ് ഉള്ള റൂഫ് ആണെങ്കിൽ അത് 0.75 kN per meter വിത്തൗട്ട് ആക്സസ് ഇല്ലാത്ത റൂഫ് ആണെങ്കിൽ 0.75. ഫ്ലോറിന്റെ കേസിൽ 2ഉം 3ഉം. 2 എന്ന് പറയുന്നത് റെസിഡൻഷ്യലിനും 3 എന്ന് പറയുന്നത് ഓഫീസിനും. ഇനി എന്താണ് വൺ വേ സിംപ്ലി സപ്പോർട്ടറും വൺ വേ കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സിംപ്ലി സപ്പോർട്ടർ എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? രണ്ട് സൈഡിൽ സപ്പോർട്ട്, അതിനിടയ്ക്ക് സ്ലാബ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ രണ്ട് എൻഡ് സപ്പോർട്ടുകൾ ഉണ്ടാവും, അതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാവും. ഈ ഒരു കേസിൽ ഇതിപ്പോ ഒരു സ്ലാബ് ആണ്. ഈ സ്ലാബ് ആക്ച്വലി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിലൂടെ സപ്പോർട്ട് ഈ വാളിലുമാണ്. പക്ഷെ അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് ബീമുകൾ കൊടുത്തിട്ടുണ്ട്. 3 ബീമുകൾ കാണിച്ചിട്ടുണ്ട്. ഈ ബീമുകളാണ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇതിലെ കുറച്ച് ടേമുകൾ ഒന്നുമില്ല. എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്, സപ്പോർട്ട് നെക്സ്റ്റ് ടു ദ എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്, ഇന്റീരിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്, എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് വരും, സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് വരും, ഇന്റീരിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോർഷൻ വരും. ഇത്രയാണ് ഇതിൽ വരുന്ന ടേമുകൾ. ടേമുകൾ ഉദ്ദേശിച്ചത് IS കോഡിൽ വരുന്ന ടേമുകളാണ് ഈ ഇന്റീരിയർ സപ്പോർട്ട്, സപ്പോർട്ട് നെക്സ്റ്റ് ടു എൻഡ് സപ്പോർട്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് നോർമലി ഡിസൈൻ ഡ്രോയിങ്സിലൊക്കെ കാണിക്കുന്ന ഒരു നൊട്ടേഷൻ ആണ് എസ്. സ്ലാബിന് എസ് ആണ് നോർമലി കാണിക്കാറ്. അത് കാണിച്ചെന്ന് മാത്രം. S1, S2, S3. ഈ സ്ലാബിന്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടർ ഡയറക്ഷണൽ സ്പാൻ എന്താണ്? ഇത് തമ്മിലുള്ള ഈ രണ്ട് സപ്പോർട്ടുകളുടെ ഇടയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടിന്യൂസ് സ്ലാബ്, വൺ വേ കണ്ടിന്യൂസ്. ഇതിന്റെ കേസിൽ എന്താണ് മാറ്റം വരുന്നത്? സിംപ്ലി സപ്പോർട്ടറുമായിട്ട് വരുന്ന മാറ്റം അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അനലൈസ് ചെയ്യണം. ഒരു സിംപ്ലി സപ്പോർട്ടർ, ഫസ്റ്റ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടറാണ്. ഇവിടെ വരുന്ന വാല്യൂ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഇത്. ഞാൻ നിങ്ങൾക്ക് സിംപ്ലി സപ്പോർട്ടർ സെൻട്രൽ ലോഡ് കാണിക്കാത്തത് ജനറൽ കേസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ 5 kN 7 kN വരുന്ന ലോഡ് വരുന്നത് കൊണ്ട് ബെൻഡിങ് മൊമെന്റുകൾ ഇവിടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് ഇവിടെ വരുന്നതെല്ലാം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ് ആണ്. കാരണം സിംപ്ലി സപ്പോർട്ടർ ആയതുകൊണ്ട് ഇതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കുറച്ച് ഹയർ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ്. എന്നാൽ ഇത് ഒരു കണ്ടിന്യൂസ് ബീമോർ സ്ലാബ്, എനിത്തിങ് ബീമോർ സ്ലാബ് എന്തായാലും ഇത് ഒരു സെക്ഷൻ ആയതുകൊണ്ട്, എലിവേഷൻ ആയതുകൊണ്ട് ബീമോർ സ്ലാബ് ആയാലും കുഴപ്പമില്ല, സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീമാണ് അല്ലെങ്കിൽ സ്ലാബ് ആണ്. 1 മീറ്റർ വിഡ്ത്തുള്ള ഒരു ബീമാണെന്ന് വിചാരിക്കുക. ആ കേസിൽ നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ പോസിറ്റീവ്, ഇതിനെ നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ് കാണിച്ചു. ഇങ്ങോട്ട് ഈ ഒരു ആക്സിസിന്റെ അപ് സൈഡ് ഉള്ളതെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ കാണിച്ചതെല്ലാം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരെ ഓൾമോസ്റ്റ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും.
അല്ലേ? ഇടയ്ക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, അവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരുന്നതിന് പുറമെ ഒരു നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കൂടെ എന്തുണ്ട്, എഫക്റ്റഡ് ആണ്. സപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സാഗിങ് ആൻഡ് ഹോഗിങ്. എന്താണ് സാഗിങ്, എന്താണ് ഹോഗിങ്? സാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബീം ബെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് സാഗിങ് ആണ്. ഇനി ഹോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിലെ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് ഇഫ് ഇറ്റ് ബെൻഡ് ലൈക്ക് ദിസ്, കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇഫ് ഇറ്റ് ബെൻഡ് ലൈക്ക് ദിസ് അപ്വേർഡ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ബെൻഡിങ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് വേ. സോ ഇറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ്. അത് നെഗറ്റീവ് ആയിട്ടാണ് നോർമൽ കേസുകൾ എടുക്കുന്നത്. ഈ ഒരു കേസിൽ കണ്ടോ, ഇവിടെ എല്ലാം സാഗിങ് സെൻട്രൽ വരികയും ഈ സപ്പോർട്ടിൽ വരുമ്പോൾ അത് ഹോഗിങ് മൊമെന്റ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് വരും. കണ്ടോ, സപ്പോർട്ടിൽ ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ ഇവിടെ മൊമെന്റ് ഉണ്ടാവില്ല. ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഹോഗിങ് മൊമെന്റ് ഈ പോർഷനുകളിലെല്ലാം വന്നു. ഈ ഒരു മാറ്റമാണ് ലോഡിങ്ങിന്റെ കേസിൽ എന്ത് വരുന്നത്, ബിറ്റ്വീൻ വൺ വേ സിംപ്ലി സപ്പോർട്ടർ ആൻഡ് കണ്ടിന്യൂസ് സ്ലാബുകൾ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കണ്ടിന്യൂസ് സ്ലാബിന് സപ്പോർട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രാ റീഇൻഫോഴ്സ്മെന്റുകൾ, ടോപ്പ് ബാറുകൾ വേണ്ടി വരും. ഇതാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോ ഇതിൽ ലോഡിംഗ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഇപ്പോൾ ഒരു UDL സിംപ്ലി സപ്പോർട്ടർ UDLന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 എന്ന് പറയുന്ന പോലെ ഇതിനെടുക്കാൻ പറ്റില്ല. ഇതിനെന്ത് ചെയ്യേണ്ടി വരും, ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് വ്യത്യാസം ഉണ്ടാവും. IS കോഡ് ഈ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ ക്യാരിങ് UDL അല്ലെങ്കിൽ ക്യാരിങ് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ക്യാരിങ് UVL എന്ന് പറയുന്ന പോലെ നമുക്ക് അതിന് ഡിറൈവ് ചെയ്തെടുക്കാനോ ജനറൽ ആയിട്ട് പെട്ടെന്ന് ഒരു ജനറൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനോ പറ്റില്ല. കാരണം കുറച്ചുകൂടി ടീഡിയസ് ആണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ എല്ലാം, കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിന്റെ കോഎഫിഷ്യൻസ് IS 456 ഉണ്ട്. അതിന്റെ എങ്ങനെ ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ IS 456/2000 പേജ് 36. ഈ ഇതിൽ കാണിച്ച ഞങ്ങൾക്ക് പേജ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈപ്പർ ലിങ്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് പേജ് 36. ഈ പോർഷൻസ് വരുന്നത് ബീംസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ മുകളിലായിട്ടാണ് ഇത് വരുന്നത്. ടേബിൾ 12 ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യൻസ്. ഇതാണ് ഈ ടേബിള്, ഇതാണ് പേജ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതിൽ വരുന്ന ടേബിൾ, ആ ടാബുലർ ഫോം ആണ് ഇവിടെ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ട്, സ്പാൻ മൊമെന്റ് ഉണ്ട്, സപ്പോർട്ട് മൊമെന്റ് ഉണ്ട്. അപ്പൊ സ്പാൻ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ് ആണ്. സപ്പോർട്ട് മൊമെന്റ് വരുന്നത് എന്താണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്സ്. നമ്മൾ കണ്ടു ഹോഗിങ് ബെൻഡിങ് മൊമെന്റ്സ്, സാഗിങ് അല്ല ഹോഗിങ്. സാഗിങ് വരുന്നത് സ്പാൻ മൊമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഈ കോഎഫിഷ്യന്റിൽ എന്തുണ്ട്, നെഗറ്റീവ് വാല്യൂസ് പുട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ വ്യത്യാസം, എങ്ങനെ ഇതിന്ന് ഒരു ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. സ്പാൻ മൊമെന്റ് നിയർ മിഡിൽ ഓഫ് എൻഡ് സ്പാൻ, മിഡിൽ ഓഫ് എൻഡ് സ്പാനിന്റെ മിഡിലിൽ എത്രയാണ് വാല്യൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കോഎഫിഷ്യന്റ് ഇൻറ്റു ലോഡ് ഇൻറ്റു L എഫക്റ്റീവ് സ്ക്വയർ, എഫക്റ്റീവ് സ്പാനിന്റെ സ്ക്വയർ ആണ്. അതായത് നമ്മൾ WL²/12 എന്ന് പറയണല്ലേ, അവിടെ എന്താണ് കോഎഫിഷ്യന്റ് 1/12 ആണ്. അല്ലെങ്കിൽ WL²/8 എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് 1/8 ആണ്. ആ കോഎഫിഷ്യന്റ് വാല്യൂകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു സപ്പോർട്ടിൽ നിയർ മിഡിൽ ഒരു എൻഡ് സ്പാനിലുള്ള സപ്പോർട്ടിന്റെ എൻഡിലുള്ള സ്പാന്, അതിന്റെ മിഡിലുള്ള വാല്യൂ കാണാൻ എങ്ങനെ ചെയ്യാം, ഡെഡ് ലോഡ് ആണ് ഇമ്പോസ്ഡ് ലോഡ്. ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ്ഡ് ലോഡ് ഉദ്ദേശിച്ച് ഡെഡ് ലോഡ് ആൻഡ് ഫിനിഷിംഗ് ലോഡ്സ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ലോഡ്സ്, മൂവ് ചെയ്യാത്ത സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകുന്ന അതിന്റെ ബേസ് സൾഫേറ്റും ഫിനിഷേഴ്സിന്റെ ലോഡൊക്കെയാണ് ഡെഡ് ലോഡ് ആൻഡ് ഇമ്പോസ്ഡ് ലോഡ് എന്ന് ഉദ്ദേശിച്ചത്. ഇതിന്റെ വാല്യൂവിനെ 1/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ഇമ്പോസ്ഡ് ലോഡ് ലൈവ് ലോഡ് ഇന്നെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സം ചെയ്യുന്നു, L എഫക്റ്റീവിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ.
ഇനി ഓരോ കേസിലും അങ്ങനെയാണ്. നമ്മൾ പ്രോബ്ലം ഒരു എക്സാമ്പിൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇതുപോലെ തന്നെ ഷിയർ ഫോഴ്സിനും കോഎഫിഷ്യന്റ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഷിയർ ഫോഴ്സിന്റെ കോഎഫിഷ്യന്റ് അറ്റ് എൻഡ് സപ്പോർട്ട്, അറ്റ് സപ്പോർട്ട് നെക്സ്റ്റ് ടു ദ എൻഡ് സപ്പോർട്ട്. ഇതാണ് നേരത്തെ പറഞ്ഞത്. എൻഡ് സപ്പോർട്ടിന്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട്, അതിന്റെ ഔട്ടർ സൈഡ്, ഇന്നർ സൈഡ്, അറ്റ് ഓൾ അതർ ഇന്റീരിയർ സപ്പോർട്ട്. ഇത്തരം കോഎഫിഷ്യന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നോർമലി ആക്ച്വൽ പ്രോബ്ലത്തിൽ വലിയൊരു സ്പാൻ കണ്ടിന്യൂസ് സ്ലാബുകൾ പ്രോബ്ലം എക്സാമിന് കുറച്ചുകൂടി കണ്ടിന്യൂസ് സിംപ്ലി സപ്പോർട്ടിനേക്കാളും ചെയ്യാൻ കുറച്ചുകൂടി സ്റ്റെപ്പുകൾ കൂടുതലാണ്. നോർമലി ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് സ്ലാബ് ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ആക്ച്വൽ വൈസ് ഒരു ഡിസൈൻ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഓരോ പോയിന്റിലും ഇപ്പോൾ ഒരുപാട് സ്പാനുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് സ്പാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് ബീമുകളുള്ള ഒരു സ്പാൻ ആണെങ്കിൽ ഓരോ പോയിന്റിലും ഇതുപോലെ എൻഡ് സപ്പോർട്ട്, ഫിക്സ്, ഔട്ടർ സൈഡ്, ഇന്നർ സൈഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണേണ്ടി വരും. പിന്നെ അത് ചെയ്യാതെ സ്കിപ്പ് ചെയ്തും പോവാം. അതിന് ടെക്നിക്ക് ഞാൻ നമ്മുടെ ഡിസൈൻ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് അത് പെട്ടെന്ന് പുട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ആക്ച്വൽ ഡിസൈൻ കൺസെപ്റ്റിൽ പ്രകാരം ഇതെല്ലാം ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ കണ്ടിന്യൂസ് ലാബ് കുറച്ചുകൂടി ലെങ്തി ആണ്, വൺ വേ സിംപ്ലി സപ്പോർട്ടിനേക്കാളും കുറച്ചുകൂടി ലെങ്തി ആണ്. ഓക്കെ, ഇനി ഈ IS 456 ഈ ഒരു പേജ് കൂടെ, ആ പേജിന്റെ താഴെ തന്നെയാണ് ഷിയർ ഫോഴ്സിന്റെ കോഎഫിഷ്യന്റ് ഉള്ളത്. കണ്ടോ, ഇതാണ് ഷിയർ ഫോഴ്സിന്റെ കോഎഫിഷ്യന്റ് ഉള്ളത്. ഈ ടേബിളാണ് ഇവിടെ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം ആണ്. ഇനി ഡിസൈൻ പ്രോബ്ലത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. Design RCC slab for hall measuring 9 by 16 meter. Slab is supported on RCC beam of 200 mm wide and 4 meter center to center spacing. Superimposed load is 4 kN per meter square. Assume M20 and Fe 415 width of support is 200 mm. ഈ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ചിലപ്പോൾ വരാം. കാരണം ഈ ഒരു പ്രോബ്ലത്തിലുള്ളത് 16 മീറ്റർ 9 മീറ്റർ നീളമുള്ള ഒരു റൂമിന്റെ ഇന്നർ സ്പേസ് ഹാൾ. അതിനെന്ത് ചെയ്യണം, ഇന്റർമീഡിയറ്റ് ആയിട്ട് ബീമുകൾ ഉണ്ട്. ക്ലിയർ സ്പാൻ എത്രയാണ്, 4 മീറ്റർ ആണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ഡിസൈൻ പ്രോബ്ലം കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ടത് ഗിവൺ ദാറ്റ് LX equal to 4 meter, LY equal to 9 meter, live load equal to 4 kN per meter square. Superimposed load എന്ന് ഉദ്ദേശിച്ച് ലൈവ് ലോഡ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് is M20, ഗ്രേഡ് ഓഫ് സ്റ്റീൽ is Fe 415. പിന്നെ ഇങ്ങനെ ഒരു പിക്ചർ കൂടി ഡ്രോ ചെയ്യുക. ഇത് ക്വസ്റ്റിന് തരാത്ത പിക്ചറാണ്, നമ്മൾ ക്വസ്റ്റിന് മനസ്സിലാക്കിയെടുത്താണ്. എന്ത് 9 by 16 മീറ്റർ ആണ്, അതിൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകൾ ഉണ്ട്, ആൻഡ് 4 മീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ്. 4 മീറ്റർ ഈ ബീമിന്റെ സെന്ററിൽ നിന്ന് ഈ ബീമിന്റെ സെന്ററിൽ. ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയാൻ കാരണം ചില കേസിൽ പ്രോബ്ലത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ബീമിന്റെ വിടുത്ത് ഇപ്പൊ ഇതിലെല്ലാം വിടുത്തും 200 mm തന്നിട്ടുള്ളത്. ബീമിന്റെ വിടുത്തും സപ്പോർട്ടിന്റെ വിടുത്തും ഒക്കെ 200 mm ആണ് തന്നിട്ടുള്ളത്. അതായത് ഈ ഒരു വിടുത്ത് 200 mm ആണ് തന്നിട്ടുള്ളത്, ബീമിന്റെ വിടുത്തും. പക്ഷെ ഇൻ കേസ് ചില പ്രോബ്ലത്തിൽ കാണാറുണ്ട് ബീമിന്റെ വിടുത്ത് സെപ്പറേറ്റും സപ്പോർട്ടിന്റെ വിടുത്ത് കുറച്ചുകൂടി ഹയറോ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസമായിട്ട് കാണിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ കുറച്ചുകൂടി സ്റ്റെപ്പുകൾ കൂടും, ആ ഭാഗം കൂടി സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ കിടക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, LY by LX, അതായത് 1 വേ ആണോ 2 വേ ആണോ എന്ന് ചെക്ക് ചെയ്യാം. LY by LX, LY എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ സ്പാനുകളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഓരോ സ്പാൻ. അപ്പോൾ ഇത് 9 മീറ്റർ ആണ് LY, LX എന്ന് പറയുന്നത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഇത് എല്ലാം എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. 2.25 എന്ന് പറയുന്നത് 2-നേക്കാളും കൂടുതലായതുകൊണ്ട് 1 വേ സ്ലാബ് ആണ്. ഇനി നമുക്ക് നമ്മൾ L by D അസ്യൂം ചെയ്യുന്നു. L by D എന്താണ്, കണ്ടിന്യൂസ് സ്ലാബിന് 26 ആണ്. 26 ആവുമ്പോൾ L by D equal to LX by D equal to 26, D equal to എന്താണ് LX by 26, അതായത് L എത്രയാണ് 4 മീറ്റർ, 4000 mm by 26, 153.8 mm. നമ്മൾ അത് എന്ത് ചെയ്യുന്നു, 160 mm ആക്കി എടുക്കുന്നു. സ്മോൾ d എഫക്റ്റീവ് ഡെപ്ത് 160 mm ആക്കി എടുക്കുന്നു. നമ്മൾ ആ 10 mm ഡയ ബാർസ് അസ്യൂം ചെയ്യുന്നു. ക്ലിയർ കവർ 15 mm, അപ്പോൾ എഫക്റ്റീവ് കവർ 20, അങ്ങനെ 180 mm ഡെപ്ത് ഉള്ള സ്ലാബ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നോർമൽ കേസിൽ വരുന്ന സ്ലാബിന്റെ കനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10, 12.5 ഒക്കെയാണ് വരിക. നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് എപ്പോൾ നിങ്ങൾ കുറയ്ക്കരുത്, കാരണം ഏതെങ്കിലും ചെക്കിൽ ഫെയിൽ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പ്രോബ്ലം ചെയ്യാനായതുകൊണ്ട് കുറക്കാൻ പാടില്ല. പക്ഷെ ആസ് പെർ ഒരു ആക്ച്വൽ പ്രാക്ടീസ് എന്താണ്, ഒരു എഞ്ചിനീയറുടെ ഡിസൈനറുടെ പ്രാക്ടീസ് എന്താണ്, മിനിമം കോസ്റ്റിൽ ഫെയിൽ ആവാത്ത സ്ട്രക്ചർ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് സ്ട്രക്ചർ. അപ്പോൾ ഡെപ്ത് നമ്മൾ
എത്രത്തോളം നമ്മുടെ എല്ലാ ക്രൈറ്റീരിയക്ക് അകത്ത് നിന്നുകൊണ്ട് ഡെപ്ത് എത്ര കുറക്കാൻ പറ്റും, സ്റ്റീൽ എത്ര കുറക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. അതാണ് ഡിസൈനിന്റെ കഴിവ്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? L+D ഓർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് വിച്ച് എവർ ഈസ് ലെസ് എന്നാണ്. പക്ഷേ കണ്ടിന്യൂസ് ലാബിന്റെ കേസിൽ ഒരു ക്ലോസ് എക്സ്ട്രാ പറയുന്നുണ്ട്. അത് IS 456/2000 പേജ് 34. ആ പേജ് ഒന്ന് വിസിബിൾ ആക്കി തരാം. ഇതാണ് effective span. Simply supported beams or slab നെ നമ്മൾ പറഞ്ഞ വാല്യൂ ആണ്. The effective span of member is not built entirely with support shall be taken as clear span plus the effective depth of slab or beams or center to center of support whichever is less. അതായത് ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്റഗ്രലി ബിൽറ്റ് ചെയ്യാത്ത, അതായത് മോണോലിത്തിക്കലായിട്ട് ബിൽറ്റ് ചെയ്യാത്ത ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമോ സ്ലാബോ ആണെങ്കിൽ അതിന് L+D അല്ലെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ടോ ഇതിൽ ഏതാണോ കുറവ് അതാണ് എന്ത് effective span. ഇനി കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ക്ലോസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബ്, if the width of the support is less than 1/12 of the clear span, the effective span shall be as in 22.2a. അതായത് width of the സപ്പോർട്ടിന്റെ width ക്ലിയർ സ്പാനിന്റെ 1/12 കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്യാം. 22.2a, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ L+D ഓർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ടോ യൂസ് ചെയ്യാം. ഇനി അതല്ല, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഇവിടെ കുറച്ച് ക്ലോസുകൾ പറയുന്നുണ്ട്. If the supports are wider than 1/12 of the clear span or 600 mm whichever is less. 600 mm അല്ലെങ്കിൽ 1/12 ക്ലിയർ സ്പാനിന്റെ 1/12 കൂടുതലാണ് നമ്മുടെ സപ്പോർട്ടിന്റെ വിഡ്ത്ത്, നമുക്ക് effective span കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഈ 3 സ്റ്റെപ്പുകൾ. For end span with one end fixed and other end continuous or intermediate span, the effective span shall be clear span between support. End span ആണ് അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. end ഫിക്സഡ് ആണ്, അതർ കണ്ടിന്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്പാനുകൾ ആണെങ്കിൽ ക്ലിയർ effective span എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ സപ്പോർട്ട്സ്, ക്ലിയർ സ്പാൻ ആണ്. പിന്നെ ഫോർ എൻഡ് സ്പാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നുണ്ട്. എനിക്ക് ആ നോട്ട് നോക്കി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പോർഷൻസ് പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറിലോട്ട് പോകാം. നമ്മൾ എന്താ പറഞ്ഞത്? ക്ലിയർ സ്പാൻ ബൈ 12 എന്ന് പറഞ്ഞ വിഡ്ത്തിനേക്കാളും കൂടുതലാണോ കുറവാണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ് ക്ലിയർ സ്പാൻ? നമുക്ക് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ആണ് എന്ത് 4 മീറ്റർ എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ക്ലിയർ സ്പാൻ വരിക? പിക്ചറിൽ പോകണമെങ്കിൽ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഈ സെന്ററിലോട്ടാണ് 4 മീറ്റർ. അപ്പോൾ ഈ വിഡ്ത്തിന്റെ പകുതി കുറക്കണം, ഇവിടുന്ന് വിഡ്ത്തിന്റെ പകുതി കുറക്കണം, രണ്ട് വിഡ്ത്തിന്റെ പകുതി കുറക്കണം. അപ്പൊ 2 × 200/2 കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്? 3800 mm ആണ് ക്ലിയർ സ്പാൻ. വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എത്ര? 200 mm. 3800/12 എത്ര വരുന്നത്? 316.6. അതെന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് സപ്പോർട്ടിനേക്കാളും കുറവാണ്. വിഡ്ത്ത് ഓഫ് സപ്പോർട്ടിനേക്കാളും L/12 എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ ബൈ 12 കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 22.2a എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സിംപ്ലി സപ്പോർട്ടിന് ഉപയോഗിച്ച അതേ ക്ലോസ് തന്നെ ഇതിനും ഉപയോഗിക്കാം. അപ്പൊ L effective എന്ന് പറയുന്നത് L+D ഓർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് whichever is less. ഏതാണോ കുറവ് അത്. L+D എന്ന് പറയുന്നത് എത്രയാണ്? L നമ്മൾ പറഞ്ഞു ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 3.8 പ്ലസ് D എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത് 0.16 3.96. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എന്ന് പറയുന്നത് 4 മീറ്റർ. ഇതിൽ ഏതാണ് കുറവ്? 3.96 ആണ്. ഇതിൽ ഈ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ബീമിനും കൂടെ ബാധകമാണ് ഈ എഫക്റ്റീവ് സ്പാനിന്റെ കേസ്. പക്ഷേ എഫക്റ്റീവ് സ്പാനിന്റെ കേസിൽ നോർമലി പലപ്പോഴും എടുക്കാറ് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് ആണ് L effective എടുക്കാറ്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിൽ L+D എന്ന് പറയുന്ന വാല്യൂ കൂടുതലായിരിക്കും. കാരണം ബീമിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ടാവും. 300 mm, 450 mm, 600 mm, 750 mm ബീമിന് ഡെപ്ത് ഉണ്ടാവും. സ്ലാബിന്റെ കേസിൽ സ്ലാബിന് ഡെപ്ത് കുറവാണ്. മാക്സിമം ഒരു സ്ലാബ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു 12.5, 15, 20 ഒക്കെ സ്ലാബ് വരുള്ളൂ. മേജറായിട്ട് ഉപയോഗിക്കുന്ന സ്ലാബിന്റെ തിക്നെസ് എത്രയാണ്? 10 cm. 4 ഇഞ്ച് സ്ലാബ് എന്ന് പറയുന്നത് 10 cm ആണ് മേജർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ L+D എന്ന് പറയുന്ന വാല്യൂ ആണ് കുറവ് വരിക. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനേക്കാളും കുറവ് L+D ആണ് സ്ലാബിന്റെ കേസിൽ വരിക. പക്ഷെ ബീമിന്റെ കേസിൽ എന്താണ്? ബീമിന്റെ കേസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അവിടെ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ ചെക്കുകൾ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും അവിടെ സെന്റർ ടു സെന്റർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് തന്നെ L effective ആയി വരാനുള്ള കാരണം ഇതാണ്.
ബീമിന്റെ കേസിൽ ഡെപ്ത് കൂടുതലാണ്. അപ്പൊ എൽ എഫക്റ്റീവ് നമ്മൾ ഫിക്സ് ചെയ്തു 3.96. നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ലോഡ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ലൈവ് ലോഡ് കാൽക്കുലേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. നമ്മളിവിടെ ഫിനിഷസ് തന്നിട്ടില്ല, അതായത് ഫിനിഷിംഗ് ലോഡ് തന്നിട്ടില്ല. നമ്മൾ 1 kN അസ്യൂം ചെയ്തിട്ടുണ്ട്. സെൽഫ് വെയിറ്റ് എന്താണ് 25 × 0.18 എന്താണ് നമ്മുടെ സ്ലാബിന്റെ ഡെപ്ത്. ഈ ഡെപ്തുകൾ മാറരുത്. ടോട്ടൽ ഡെപ്ത് 0.18ഉം എഫക്റ്റീവ് ഡെപ്ത് 0.16 ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. 25 × 0.18 × 1 പ്ലസ് 1 × 1 എത്ര കിട്ടും? 5.5. ലൈവ് ലോഡ് എന്ന് പറയുന്നത് 4 × 1 4 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു 1 മീറ്റർ വിഡ്ത്തിലോട്ട് മാറ്റാൻ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. 4 kN/m നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടെ സമ്മ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്, എന്നിട്ട് ഫാക്ടർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യാതിരിക്കാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഇക്വേഷനിൽ ഡെഡ് ലോഡിന് വേറെ കോഎഫിഷ്യന്റും ലൈവ് ലോഡിന് വേറെ കോഎഫിഷ്യന്റും ആണ്. അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണം, വാല്യൂസ് വേണം. അപ്പോൾ ഫാക്ടറിയുടെ ഡെഡ് ലോഡ് ഈക്വൽ ടു 1.5 × 5.5 8.525 kN/m. ഫാക്ടറിയുടെ ലൈവ് ലോഡ് എന്ന് പറയുന്നത് 1.5 × 4 6 kN/m. ഈ ഡിസൈൻ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് തെറ്റാനുള്ള ഒരു ചാൻസ് യൂണിറ്റുകളാണ്. യൂണിറ്റുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരേ യൂണിറ്റിൽ ഇട്ടിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ പുട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും, യൂണിറ്റ് മാറിയിട്ടുണ്ടാവും, പിന്നീട് മാറ്റാന്ന് വിചാരിച്ചാൽ മാറ്റാൻ മറന്നു പോയിട്ടുണ്ടാവും. ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്തിരുന്ന എല്ലാം തെറ്റായിരിക്കും. പിന്നെ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും. അപ്പോൾ ഒരേ യൂണിറ്റിൽ എന്ത് ചെയ്യുക, ഒരേ യൂണിറ്റിൽ നിങ്ങൾ കാര്യങ്ങൾ വാല്യൂസ് പുട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കാൽക്കുലേഷൻ ഓഫ് ലോഡ് ഫാക്ടേർഡ് ഡെഡ് ലോഡും ഫാക്ടേർഡ് ലൈവ് ലോഡും കണ്ടു. ഇനി നമുക്ക് കാണുന്നത് എന്താണ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ഷിയർ ഫോഴ്സ് തുടങ്ങിയ വാല്യൂകളാണ് കാണേണ്ടത്. നമുക്ക് ബെൻഡിങ് മൊമെന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട ടേബിൾ തന്നെയാണ്, അത് ഒന്നുകൂടെ കാണിച്ചെന്ന് മാത്രം. ഷിയർ ഫോഴ്സ് കോഎഫിഷ്യന്റ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. മാക്സിമം സ്പാൻ മൊമെന്റ്, മാക്സിമം സ്പാൻ മൊമെന്റ് എന്താണ്? ആസ് പെർ ദിസ് ടേബിൾ സ്പാൻ മൊമെന്റ് എന്താണ്? ഇതില് ഞാൻ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാം. നിയർ മിഡിൽ ഓഫ് എൻഡ് സ്പാൻ, അറ്റ് മിഡിൽ ഓഫ് ഇന്റീരിയർ സ്പാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ നോർമലി ഡിസൈൻ ചെയ്യുന്നത് ആസ് പെർ ഡിസൈൻ പർപ്പസ് എന്താണ്, മാക്സിമത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/12 + 1/10 ആണോ 1/16 + 1/12 ആണോ വലുത്? 1/12 + 1/10ന്റെ വാല്യൂ ആയിരിക്കും എപ്പോഴും വലുത്. നമുക്ക് പ്രൊവൈഡഡ് ഞാൻ പറയുന്നു നമ്മുടെ എല്ലാ എൽ എഫക്റ്റീവും സെയിം ആയതുകൊണ്ട് പ്രശ്നമില്ല. നേരെ മറിച്ച് സപ്പോർട്ടിന്റെ വിഡ്ത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ എൻഡിലെ സ്പാനിൽ എൽ എഫക്റ്റീവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ ക്വസ്റ്റ്യനിൽ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണ്, 3.96 എന്ന വാല്യൂ. കാരണം എന്താ, എല്ലായിടത്തും ക്ലിയർ സ്പാൻ സെയിം ആണ്. എല്ലാ സ്ലാബിലും ഓരോ സ്ലാബിലും ക്ലിയർ സ്പാൻ 4 മീറ്റർ ആണ്. ഓരോ സ്ലാബിലും സപ്പോർട്ട് വിഡ്ത്ത് എത്രയാണ്, 200 mm ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ബാക്കിയൊന്നും മാറാത്തത് കൊണ്ട്, കോഎഫിഷ്യന്റ് മാത്രമേ മാറുന്നുള്ളത് കൊണ്ട് ഇതിലെ മാക്സിമം കിട്ടുന്ന വാല്യൂ നമുക്ക് പെട്ടെന്ന് പുട്ട് ചെയ്യാം. അപ്പൊ സ്പാൻ മൊമെന്റിൽ 1/12 + 1/10 എന്നുള്ള വാല്യൂ ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പൊ ആ ഒരു വാല്യൂ നമുക്ക് കാണാം. മാക്സിമം സ്പാൻ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, 1/12 × ഡെഡ് ലോഡ് × L effective square plus 1/10 × live load × L effective square equal to 1/12 × 8.25 × 3.96 square plus 1/10 × 6 × 3.96 square. 8.25 dead load, live load 6. You will get the value 20.19 kilonewton-meter. Kilonewton-meter ഏത് പ്രാവശ്യം ബെൻഡിങ് മൊമെന്റ് എഴുതുകയാണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എഴുതുക, ഷിയർ ഫോഴ്സ് എഴുതുമ്പോഴേക്ക് യൂണിറ്റ് ശ്രദ്ധിക്കണം. ഇനി മാക്സിമം സപ്പോർട്ട് മൊമെന്റ്, ഇതും ഇതുപോലെ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റും. സപ്പോർട്ട് മൊമെന്റിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അറ്റ് സപ്പോർട്ട് നെക്സ്റ്റ് ടു ദ എൻഡ് സപ്പോർട്ട്, അറ്റ് അതർ ഇന്റീരിയർ സപ്പോർട്ട്. അതായത് ഒരു എൻഡിലുള്ള സപ്പോർട്ടിന്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ ഇന്റീരിയർ ആയിട്ട് വരുന്ന ബാക്കി സപ്പോർട്ട്. ഇതിലുള്ള വാല്യൂസ് ആണ്.
ഇതിൽ നമുക്ക് അതുപോലെ തന്നെ വിട്ട് ചെയ്യാൻ പറ്റും. 1/10 പ്ലസ് 1/9 ആണോ വലുത്, 1/12 പ്ലസ് 1/9 ആണോ, 1/10 പ്ലസ് 1/9 ആണ്. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്താൽ മതി, പുട്ട് ചെയ്താൽ മതി. ആ വാല്യൂയിൽ വരുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇത് നമ്മുടെ ഡിസൈൻ പർപ്പസ്. നമുക്ക് ഇപ്പോൾ അടുത്തത് എന്താണ്, ഡെപ്ത് ചെക്ക് ചെയ്യുക, MU ലിമിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഓരോ ഏരിയകളിലും സപ്പോർട്ടുകളിൽ ഓരോ സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റീൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂകളെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇനി മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് അടുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് മൊമെന്റ് എത്രയാണ്, മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, -1/10 പ്ലസ് 1/10 into dead load into L effective square plus 1/9 into live load into L effective square. അതായത് 1/10 into 8.25 into 3.96 square plus 1/9 into 6 into 3.96 square. You will get the value 23.39 kilonewton meter. അപ്പോൾ മാക്സിമം സ്പാൻ മൊമെന്റ് എത്രയാണ്, ഇതിന് ആക്ച്വലി നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്, ഫോഗിംഗ് എന്നാണ്. ഇതിന്റെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, അത് ഇടാൻ മറന്നു പോയതാണ്, സോറി. അപ്പോൾ മാക്സിമം സ്പാൻ മൊമെന്റ് 20.19 ഉം മാക്സിമം സപ്പോർട്ട് മൊമെന്റ് അതായത് ഹോഗിംഗ് മൊമെന്റ് 23.39 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ഇതുപോലെ മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എടുക്കാം. ഇതിൽ ഏതാണ് ഹയർ വാല്യൂ വരുന്നത്, 0.4 പ്ലസ് 0.45 ആണോ, 0.6 പ്ലസ് 0.6 ആണോ, 0.55 പ്ലസ് 0.6 ആണോ, 0.5 പ്ലസ് 0.6 ആണ്. ഇതിൽ ഏതാണ് വലുത്, 0.6 പ്ലസ് 0.6 ആണ്. ഇതൊരു ടെക്നിക്കാണ്, നമ്മൾ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ ടെക്നിക്കാണ്. ആക്ച്വൽ ഡിസൈൻ പ്രകാരം ഓരോന്നും കണ്ടുപിടിച്ചിട്ട് അതിൽ മാക്സിമം വാല്യൂ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 0.6 പ്ലസ് 0.6 ആണ് വലിയ വാല്യൂ വരിക. അപ്പോൾ നമ്മൾ 0.6 ഇൻറ്റു ഡെഡ് ലോഡ് പ്ലസ് ലെവൽ ലോഡ് ഇൻറ്റു L effective, 0.6 into 8.25 plus 6 into 3.96, you will get the value 33.858 kilonewton. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അടുത്ത് കഴിഞ്ഞ സിംപ്ലി സപ്പോർട്ടർ നമ്മൾ ചെക്ക് ചെയ്തതാണ്. അടുത്തത് സെക്ഷൻ ഈസ് വെദർ സെക്ഷൻ ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് ഓർ ഓവർ റീൻഫോഴ്സ്ഡ് എന്നാണ് ചെക്ക് ചെയ്തത്. അല്ലാത്ത കേസിൽ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. ചെക്ക് ഫോർ ദ ഡെപ്ത്, നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത് ഇതും സ്റ്റെപ്പായിട്ട് ഉൾപ്പെടുത്താം. ഡെപ്ത് ചെക്ക് ചെയ്യാം, ചെക്ക് ഫോർ ദ ഡെപ്ത് വേണമെങ്കിൽ നോക്കാം. അത് നമ്മൾ എന്താണ്, MU ലിമിറ്റിന്റെ ഇക്വേഷനിൽ നമ്മൾ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് പുട്ട് ചെയ്തിട്ട് ഡെപ്ത് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്ച്വലി മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോർഷനിൽ ഈ ഡെപ്ത് സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ കൊടുത്ത ഡെപ്ത് ഓക്കെ ആണെങ്കിൽ ബാക്കി അതിന് താഴെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എല്ലാം എടുക്കാൻ ഇത് ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും. അപ്പോൾ അതാണ് നമ്മുടെ ചെക്ക്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാണ് വരുന്നത്, സപ്പോർട്ടിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് 23.39. ഈ 23.39 ഇവിടെ പുട്ട് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. 0.36 FCK XU max by D 1 minus 0.426 XU max by D BD square. XU max by D യുടെ വാല്യൂ എടുക്കാനൊക്കെ നമുക്ക് അറിയാം. IS 456 2000 പേജ് 70ൽ 415 കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU max by D എത്രയാണ്, 0.48. ഇതിൽ ആകെ 3 വാല്യൂ ഉള്ളൂ. അത് ടേബിളിൽ എക്സാമിനാണെങ്കിലും ഈ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാം. അത് IS കോഡിൽ മറിച്ച് നോക്കുന്നതിനേക്കാൾ എളുപ്പം ഇത് ഈ ഒരു 3 വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, FE 500ന്റെ XU max by D യുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് ഒരു വേറെ രീതിയിലായിരുന്നു ചോദിച്ചത്. ലിമിറ്റിംഗ് മൊമെന്റോ XU maxന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അവർ ഗ്രേഡും തന്നിരുന്നു, ഡെപ്തും തന്നിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിൾ ആണ്, ആ ഒരു വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കൊരു 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 0.36 FCK XU max by D 1 minus 0.426 XU max by D BD square. 0.36 into we have the M20 grade concrete, so 20 0.48 1 minus 0.426 XU max by D 0.48 B 1000 ആയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 1 മീറ്റർ വിഡ്ത്ത് ആയതുകൊണ്ട് D നമ്മൾ D ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. By solving you will get the D equal to 93.28 mm. As per this moment ഈ വരുന്ന മൊമെന്റിന് എത്ര മതി, 93 mm ഡെപ്ത് മതി. നമ്മൾ പ്രൊവൈഡ് എത്രയാണ്, 160 mm ആണ്. സോ assumed depth is okay for the next steps. നമ്മൾ ഡെപ്ത് ഓക്കെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് തന്നെ ചെക്ക് വെദർ സെക്ഷൻ ഈസ് ഓവർ റീൻഫോഴ്സ്ഡ് ഓർ അണ്ടർ റീൻഫോഴ്സ്ഡ്. സെയിം തന്നെ MU ലിമിറ്റ് കണ്ടുപിടിക്കുക, മാക്സിമം ബെൻഡിങ് മൊമെന്റ് അകത്താണോ എന്ന് നോക്കുക. MU ലിമിറ്റ് എത്രയാണ് വരുന്നത്, 0.36 FCK XU max by D 1 minus 0.426 XU max by D BD square. You will get the value 0.36 20 0.48 1 minus 0.426 into 0.48 1000 into 160 square. നിങ്ങൾക്ക് ഇത് അറിയാം, നേരത്തെ ചെയ്തതാണ്. ഇതിലാകെ മാറ്റപ്പെട്ട ഡെപ്ത് മാറിയത് മാത്രമേ ഉള്ളൂ. You will get the value 70.64. MU ലിമിറ്റിന്റെ വാല്യൂ എത്രയാണ്, 70.64 ആണ്. നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാ, 23 point something 23.925.
അപ്പോൾ ഇത് ഓക്കെ ആണ്. MU ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡ് മൊമെന്റിനേക്കാളും എത്രയോ അധികമാണ്, വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് സെക്ഷൻ ഈസ് അണ്ടർ റീൻഫോഴ്സ്, പ്രൊസീഡ് വിത്ത് ഡിസൈൻ. നമുക്ക് ഡിസൈൻ വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇനി നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം. ഇവിടെ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുമ്പോൾ സപ്പോർട്ടിലും സ്പാനിലും ഏരിയ ഓഫ് സ്റ്റീൽ സെപ്പറേറ്റ് ആയിട്ടാണ് മെയിൻ റീൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കുന്നത്. കാരണം ഹോഗിംഗ് ബെൻഡ് മൊമെന്റ് ആവുമ്പോൾ അവിടെ സെപ്പറേറ്റ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കണം. നമുക്ക് ഇക്വേഷൻ അറിയാം. IS 456 2000 പേജ് 96. ഇതാണ് പേജ്. നിങ്ങൾക്ക് പേജ് ഫെമിലിയർ ആയ പേജുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ PDF കാണിക്കുന്നത്. Annex G, moment of resistance of rectangular and T section. Rectangular T സെക്ഷനും ആയിട്ടുള്ള സെക്ഷനുകളുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻസ് ആണ് ഫുൾ. ഇതിൽ IS കോഡ് നോക്കിയാൽ തന്നെ അതിന്റെ വാല്യൂസ് ഇക്വേഷൻസ് ഇത് കിട്ടും. ഫ്ലാഞ്ചർ സെക്ഷൻ, അതായത് I സെക്ഷൻ പോലത്തെ സെക്ഷന്റെ വാല്യൂസും ഇവിടെ ഉണ്ട്. പേജ് 96 and 97. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ആണ് MU = 0.87 FI AST D 1 - FI AST B D FCK. എന്തൊക്കെയാണ് വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. FI എന്ന് പറയുന്നത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ, AST ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ, D സ്മോൾ d എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി സ്ലാബ്, FI നേരത്തെ പറഞ്ഞു yield strength of steel അല്ലെങ്കിൽ characteristic strength of steel, AST area of steel in tension, B breadth of the slab, it equal to 1000 mm. D എന്ന് പറയുന്നത് effective depth, FCK എന്ന് പറയുന്നത് grade of concrete. You will get a support 23.39 into 106 equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ASTയുടെ വാല്യൂ എന്ത് കിട്ടും? 428.75 mm². നിങ്ങൾ ഇത്തരം ഇക്വേഷൻസ് ചെയ്യുമ്പോൾ കോപ്പി നിങ്ങളിപ്പോൾ നോട്ട് ചെയ്തുകയാണെങ്കിൽ കൂടി ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നതിന് പകരം ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം എക്സാമിൻ്റെ ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ പാടില്ല. അതായത് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകണം. അതിൻ്റെ സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ബാക്കിയുള്ള എല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഡിസൈൻ പ്രൊസീജിയറിൽ സ്ലാബുകളൊക്കെ ഒന്നുകൂടെ ഈസിയാണ്. അസ്യൂമിങ് 10 mm ഡയബാർസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 430 by ഒരു ബാറിന്റെ ഏരിയ pi/4 into 10². യു വിൽ ഗെറ്റ് 5.475 ബാർസ്. ഇവിടെ വെച്ച് റൗണ്ട് ചെയ്യരുത്, ബീമിൽ റൗണ്ട് ചെയ്യുന്നപ്പോൾ റൗണ്ട് ചെയ്തെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പേസിങ് വീണ്ടും റെഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ റൗണ്ട് ചെയ്യാതിരിക്കാൻ കാരണം നമ്മൾ യൂണിറ്റ് വിടുത്തുള്ള ഒരു ബീമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി യൂണിറ്റ് വിടുത്തല്ല, അവിടെ നിന്ന് അങ്ങോട്ട് ബാറുകളുണ്ട്. അപ്പോൾ അടുത്ത് വരുന്ന സ്ലോട്ട് അടുത്ത 1 മീറ്ററിൽ അത് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ റൗണ്ട് ചെയ്യേണ്ട ആവശ്യം. സ്പേസിങ് ഈക്വൽ ടു 1000 by നമ്പർ ഓഫ് ബാർസ്. 1000 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, 1 മീറ്ററിലുള്ള നമ്പർ ഓഫ് ബാർസ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ 182.65 mm. 180 mm ആണ് നമ്മുടെ വാല്യൂ കിട്ടുക. സ്പേസിങ് ഓഫ് മെയിൻ റീൻഫോഴ്സ്മെന്റ് അറ്റ് സപ്പോർട്ട്. അറ്റ് സപ്പോർട്ട് ആവാൻ കാരണം എന്താണ്? മാക്സിമം സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സപ്പോർട്ടിലുള്ള സ്റ്റീൽ ഇൻ ടെൻഷൻ, അതായത് ഹോഗിങ് മൊമെന്റ് വരുന്നിടത്തുള്ള സ്റ്റീലാണ്. സ്റ്റീലിന്റെ വാല്യൂ സ്റ്റീലിന്റെ ഡയമീറ്ററും സ്പേസിങ്ങും ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. 10 mm ബാർസ് അറ്റ് 180 mm സെന്റർ ടു സെന്റർ. ഓക്കെ, പ്രൊവൈഡ് 10 mm ബാർസ് അറ്റ് 180 mm സെന്റർ ടു സെന്റർ ആണ് നമ്മുടെ സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ. ഇനി അറ്റ് സ്പാനിലുള്ള ബെൻഡിങ് മൊമെന്റ് വരെ എത്രയായിരുന്നു? 20.19 പുട്ട് ചെയ്യുക. സെയിം ഇക്വേഷൻ യു വിൽ ഗെറ്റ് AST = 366.96, അതായത് 370 mm². അസ്യൂമിങ് 10 mm ഡയബാർസ്, നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു 370 by pi/4 into 10². യു വിൽ ഗെറ്റ് 4.711 ബാർസ്. അതായത് 370 360.96 കിട്ടി. അത് 370 തൊട്ട് നമ്മൾ റൗണ്ട് ചെയ്തു. 10 mm ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണോ കൊടുക്കേണ്ട സ്റ്റീലിന്റെ ഏരിയ ബൈ ഒരു സ്റ്റീലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പൊ എത്ര കിട്ടും? നമ്പർ ഓഫ് ബാർസ് കിട്ടും. നമ്പർ ഓഫ് 1 മീറ്ററിൽ കിട്ടുന്ന നമ്പർ ഓഫ് ബാർസ് നമുക്ക് കിട്ടി. 1 മീറ്റർ വിഡ്ത്തിലുള്ള നമ്പർ ഓഫ് ബാർസ് കിട്ടിക്കഴിഞ്ഞാൽ സ്പേസിങ് എങ്ങനെ കാണാം? ആ 1 മീറ്റർ ബൈ നമ്പർ ഓഫ് ബാർസ് 1000 mm by 4.711. 1000 mm കൊടുക്കുന്ന നമുക്ക് സ്പേസിങ്ങിന്റെ വാല്യൂ mm കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 112.27 നമ്മൾ എന്ത് ചെയ്യുന്നു? 200 mm പുട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്പേസിങ് ഒരിക്കലും അപ്പിലോട്ട് റൗണ്ട് ചെയ്ത് ഡൗണിലോട്ട് വേണം റൗണ്ട് ചെയ്യാൻ സ്പേസിങ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ സ്പേസിങ് ആസ് 200 mm. അപ്പോൾ പ്രൊവൈഡ് 10 mm ഡയബാർസ് അറ്റ് 200 mm സ്പേസിങ് അറ്റ് സ്പാൻ. സപ്പോർട്ടിലുള്ള സ്പാനിൽ, അതായത് സാഗി മൂവ്മെന്റ് വരുന്ന പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? 10 mm ഡയബാർസ് അറ്റ് 200 mm സ്പേസിങ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ, അതായത് സെക്കൻഡറി റീൻഫോഴ്സ്മെന്റ്.
അത് നമ്മൾ കൊടുക്കുന്നത് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ആണ് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 0.15% ഓഫ് BD ഫോർ മൈൽഡ് സ്റ്റീൽ ആൻഡ് 0.12% BD ഫോർ ഹൈ yield സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. അതായത് HYSD ബാർസിന് 0.12% ഓഫ് BD ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത് Fe415 ആയതുകൊണ്ട് 0.12% ഓഫ് ദ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ ഗ്രോസ് ഏരിയ കൊടുക്കണം. അപ്പോൾ 0.12% ഓഫ് 1000 into 180, കാരണം 1000 വിഡ്ത്തുള്ള 180 ഡെപ്ത് ഉള്ള ഒരു സ്ലാബ്, ഒരു ബീം, അതിന്റെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് 216 mm² ആണ്. നമ്മൾ 8 mm ഡയ ബാർസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് എന്താണ് അടുത്ത് വേണ്ടത്? നമ്പർ ഓഫ് ബാർസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ സ്റ്റീൽ. അപ്പോൾ 216 by pi/4 into 8², you will get 4.297 bars. ഇനി എന്ത് ചെയ്യാണ്? സ്പേസിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക. 1000 by 4.297 ചെയ്ത് കഴിഞ്ഞാൽ സേ 232.72 mm കിട്ടും. അതായത് നമ്മൾ അത് റൗണ്ട് ചെയ്യുന്നു 220 അപ്പോൾ പ്രൊവൈഡ് 8 mm ഡയ ബാർസ് അറ്റ് 220 mm സ്പേസിംഗ് ആസ് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിന്റെ റിക്വയർമെന്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു? അഡീഷണൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂ ടു ശ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ. അതിനെ ആ സ്ട്രെസ്സസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇനി നേരത്തെ പറഞ്ഞ ബീമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ക്ലോസ്, അതിൽ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഇതിൽ സ്കിപ്പ് ചെയ്തത്. വൺ വേ സ്ലാബിൽ സിംപ്ലി സപ്പോർട്ടർ വൺ വേ സ്ലാബിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്താം. ഈ സ്പേസിംഗിൽ ഒരു ചെക്ക് ഉണ്ട് IS കോഡിൽ. IS 456/2000 പേജ് 46 ഒരു ചെക്ക് ഉണ്ട്. ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സ്പേസിംഗ്, മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് ഇൻ ടെൻഷൻ. കണ്ടോ, നമ്മുടെ സ്റ്റീൽ ടെൻഷൻ ബാർസ് ആണ് ഇപ്പോൾ കണ്ടതെല്ലാം. മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് ഇൻ ടെൻഷൻ, അതിൽ സ്ലാബ്സിന്റെ ഒരു പൊസിഷൻ ഉണ്ട്. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ മെയിൻ reinforcement bars shall not be more than 3 times the effective depth of solid slab or 300 mm whichever is lesser. അതായത് മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ രണ്ട് ബാറുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 3 times ഡെപ്ത് അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അത് horizontal distance between parallel reinforcement bars provide against shrinkage and temperature. അതായത് നമ്മുടെ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് shall not be more than 5 times the effective depth or 450 mm. 5D or 450 mm. ഇതിൽ ഏതാണോ ഹൈ ലോവർ അതിനേക്കാളും സ്പേസിംഗ് എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അതാണ് ആ ചെക്ക്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 3D or 300 mm. 3D എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 into 160 480 mm or 300 mm. ഇതിൽ ഏതാണ് കുറവ് എന്നുള്ളതാണ്. 300 mm ആണ് കുറവ്. പക്ഷെ നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? മെയിൻ റീഇൻഫോഴ്സ്മെന്റിനെ 200 mm ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് അതിനും കുറവാണ്. സപ്പോർട്ടിൽ 180 mm ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെക്ക് ഓക്കെ ആണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 5D or 450 mm. 5D എന്ന് പറഞ്ഞാൽ 5 into 160 800 mm വരും. 450, അപ്പോൾ 450 ആണ് കുറവ്. അപ്പോൾ 450നേക്കാളും കുറവാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രൊവൈഡ് ചെയ്തത്. നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 220 mm ആണ്. അതുകൊണ്ട് ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ് ഈസ് ഓക്കെ. ഇനി ഡിസൈൻ റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിസൈൻ റിസൾട്ട് നമ്മൾ എടുത്ത് എഴുതുന്നു. Depth of slab equal to we get 180 mm main reinforcement at support 10.5 at 180 mm center to center hogging momentന് കാരണമായ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത റീഇൻഫോഴ്സ്മെന്റ് at span 10.5 at 200 mm center to center. Secondary reinforcement as 8.5 at 220 mm center to center. ഇനി നമുക്ക് അടുത്ത ചെക്കുകളിലോട്ടാണ് പോകാനുള്ളത്. നിങ്ങൾക്ക് അറിയാം, ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആൻഡ് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ AST പ്രൊവൈഡഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ AST കാൽക്കുലേറ്റ് ചെയ്തു, അതിൽ നിന്ന് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിച്ച് സ്പേസിംഗ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ റൗണ്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. സ്പേസിംഗ് കുറച്ച് താഴോട്ടാക്കിയിട്ടുണ്ട്. അത് കാരണം എന്ത് ചെയ്യാണ്? നമ്മൾ ആക്ച്വലി കിട്ടിയ ASTനേക്കാളും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എത്ര കൊടുത്തു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് സപ്പോർട്ട് വി വിൽ ഗെറ്റ് ദ വാല്യൂ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1000 by 180 ആക്ച്വലി എത്രയാണോ സ്പേസിംഗ് ഇൻറ്റു pi/4 ഇൻറ്റു, അതായത് 1000 by 180 പറഞ്ഞാൽ അത്ര ബാർസ് കിട്ടും. 1000 mm 150 mm ആണ് ഓരോന്നിൻ്റെ തമ്മിലുള്ള വ്യത്യാസമെങ്കിൽ 1000 by 150
എത്ര എണ്ണം എന്ന് കിട്ടും ഇൻറ്റു 1ന്റെ ഏരിയ ചെയ്താൽ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ സ്പാനിലും സപ്പോർട്ടിലും സ്പാനിലും സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തത് 228.479 mm². ഇതാണ് നമ്മുടെ ഡിസൈൻ റിസൾട്ട്. ഇനി നമുക്ക് ചെക്ക് ഫോർ ഷിയർ കൊടുക്കാം. മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VU എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33.858 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇതാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 0.6 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കിട്ടിയിട്ട് 33.858 നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണോ വരുന്നത് അതിന് ഷിയർ സ്ട്രെങ്ത് ഓഫ് സ്ലാബിനെക്കാളും കുറവാണോ, നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സ്ലാബിനെക്കാളും കുറവാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചു. എങ്ങനെ? ടോ വി ഈക്വൽ ടു VU/BD. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോവാണ്. 33.858 into 1000/1000 into 160. 1000 എന്തിനായത്? കിലോ ന്യൂട്ടണിലോട്ട് മാറ്റാനാണ്. ഇൻറ്റു ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി സ്ലാബ്, ഡെപ്ത് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 0.212 Nm². ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആസ് പെർ ദ കോഡ് ഇറ്റ് ഈസ് ടോ സി ഇൻറ്റു കെ. ടോ സിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് ടേബിൾ 19 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ ടേബിൾ 19 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെ വേണം? 100 AS/BD വേണം. വേറെ എന്താണ് വേണ്ടത്? കോൺക്രീറ്റിന്റെ ഗ്രേഡും വേണം. അപ്പൊ നമുക്ക് നോക്കാം. 100 AS/BD. അതുപോലെ തന്നെ കെ എന്നുള്ള വാല്യൂ പേജ് 72 IS 456 തന്നിട്ടുണ്ട്. കെ എന്നതിന്റെ വാല്യൂസ്. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാണ് 100 AS/BD അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഈ 100 AS/BD എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? 436.332 ആണ്. തൊട്ട് മുമ്പത്തെ ഡിസൈൻ റിസൾട്ട് നോക്കി കാണാൻ പറ്റും. 436.332 into 100 AST/BD, B 1000 into 160. You will get the value 2.272. അപ്പോൾ 100 AS/BD 0.272 കിട്ടി. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്രയാണ്? M20. നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ കിട്ടുമെന്ന് നോക്കാം. M20 ഈ കോളം ആണ്. 100 AS/BD 0.272 ആണ്. നമുക്ക് വാല്യൂ ഉള്ളത് 0.25ഉം 0.5നും ആണ്. 0.25ന്റെ വാല്യൂ 0.36ഉം 0.5ന്റെ വാല്യൂ 0.48ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്റർപോളേറ്റ് ചെയ്യണം. ഇന്റർപോളേറ്റിംഗ് ടെക്നിക് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് for percentage of tension steel at support 0.272 and M20 grade concrete, you will get the tau c equal to 0.371. അത് നമ്മൾ ഇന്റർപോളേറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണ്. 0.25ന് 0.36ഉം 0.5ന് 0.48ഉം ആണെങ്കിൽ 0.272ന് എത്രയാണെന്നുള്ളത് ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ യു വിൽ ഗെറ്റ് 0.371 ആസ് വാല്യൂ. ഇനി നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് കെ. വാല്യൂ ഓഫ് കെ ആണ് അടുത്ത വേണ്ടത്. ടോ സി ഇൻറ്റു കെ ആണ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ കെയുടെ വാല്യൂ 180 mm ഡീപ്പ് സ്ലാബിന് കാണണം. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് ഈ ടേബിളിൽ നിന്നാണ് കിട്ടിയുള്ളത്. ഇവിടെ ഒരു പ്രശ്നം ഇവിടെ റൈസ് ചെയ്യുന്നുണ്ട്. കാരണം കെയുടെ വാല്യൂ ഡെപ്ത് 275, 250, 225, 200, 175. 200 ഡെപ്തിന്റെ സ്ലാബിന് 1.2 ഉണ്ട്. 175 ഡെപ്തിന് 1.25 ഉണ്ട്. നമുക്ക് 180 ഡെപ്തുള്ള സ്ലാബാണുള്ളത്. അപ്പൊ നമുക്ക് അവിടെയും എന്ത് ചെയ്യണം? ഇന്റർപോളേഷൻ ടെക്നിക് ഉപയോഗിച്ച് 180 ഡെപ്തുള്ള സ്ലാബിന് ഈ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്റർപോളേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഇതാ. നമുക്ക് ഇത് അതുപോലെ തന്നെയാണ്. 200 mm ഡെപ്ത് സ്ലാബിന് 1.2 ഉണ്ട്. 175 mm ഡെപ്തുള്ള സ്ലാബിന് 1.25 ഉണ്ട്. നമുക്ക് കിട്ടുന്നത് എന്താണ്? 180 എന്നുള്ള വാല്യൂന് എത്രയാന്നുള്ളതാണ്. അങ്ങനെ നേരത്തെ അതേ സെയിം ഇന്റർപോളേഷൻ ടെക്നിക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പറയാം. എങ്ങനെയാണ് കെയുടെ വാല്യൂ 180ക്ക് 1.24 കിട്ടിയത് നിങ്ങൾ നോക്കാം. ഇത് സിമ്പിൾ ലോജിക് ആണ്. ഈ ട്രയാങ്കിളിൽ മുകളിൽ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ വലിയ ട്രയാങ്കിൾ ആദ്യം എടുക്കുക. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ, ഈ സൈഡിലെ വാല്യൂ എത്രയാണ്? 1.25 മൈനസ് 1.2. 1.25 മൈനസ് 1.2 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആയി. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മനസ്സിലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ഈ ഒരു വാല്യൂ കിട്ടി. 1.25 മൈനസ് 1.2 ചെയ്താൽ ഈ വാല്യൂ കിട്ടി. ബൈ 175 മൈനസ് 200 ചെയ്താൽ ഈ ഒരു ലെങ്ത്തും കിട്ടി. ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും കിട്ടിയല്ലോ. ഈക്വൽ ടു ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ബൈ ഈ സൈഡ്. ഈ ട്രയാങ്കിളിന്റെ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ബൈ ഈ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ സൈഡ് എത്രയാണ് നമുക്ക് അറിയില്ല. ഈ ടോപ്പിലെ വാല്യൂ നമുക്ക് അറിയില്ല. അതാണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ്
മൈനസ് ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പോർഷന്റെ വാല്യൂ കിട്ടി 1.2 കുറച്ച് കഴിഞ്ഞാൽ ഈ പോർഷന്റെ വാല്യൂ കിട്ടി ബൈ 180 മൈനസ് 200 ചെയ്താൽ എത്രയായി ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് കൂടെ കിട്ടി. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്ത് അതാണ് നമുക്ക് കിട്ടുന്ന കെ വാല്യൂ 1.24. അപ്പോൾ സോ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഈക്വൽ ടു ടോ സി ഇൻറ്റു കെ. ടോ സിയുടെ വാല്യൂ 0.371 ഇൻറ്റു 1.24. യു വിൽ ഗെറ്റ് ദ വാല്യൂ 0.460. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനേക്കാളും എത്രയോ കൂടുതലാണ്. ടോവി എത്രയാണ് നമുക്ക് കിട്ടിയത്? ടോവി 0.212 ആണ് നമുക്ക് ടോവി കിട്ടിയത്. അപ്പോൾ ടോവിനേക്കാളും എത്രയോ കൂടുതലാണ് നമ്മളെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ഫോർ ഷിയർ ഈസ് ഓക്കെ, നോ ഷിയർ റീൻഫോഴ്സ്മെന്റ് ഈസ് നീഡഡ്. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ സ്ലാബിൽ ഒരിക്കലും ഷിയർ റീൻഫോഴ്സ്മെന്റ് ചെയ്യാറില്ല. പക്ഷേ ആസ് പെർ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ചെയ്യണം. ഒരിക്കലും ഷിയർ സ്ട്രെസ്സുകൾ ഷിയർ റീൻഫോഴ്സ്മെന്റുകൾ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നെ ചില കേസുകളിൽ ഷിയർ കീകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഹെവി കൺസ്ട്രക്ഷൻ ആണ്, നിങ്ങൾക്ക് പോർഷനിൽ ഇല്ലാത്തതാണ്. അടുത്തത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. എൽ ബൈ ഡി ബേസിക്, എൽ ബൈ ഡി മാക്സിമം സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഈക്വൽ ടു എൽ ബൈ ഡി ബേസിക് ഇൻറ്റു കെ ടി കെ സി കെ എഫ്. ഈ കെ ടിയുടെ വാല്യൂ പുട്ട് ചെയ്യുന്നതൊക്കെ ആ ടേബിളിൽ നമ്മൾ പുട്ട് ചെയ്ത് കണ്ടതാണ്. നമ്മുടെ IS 456/2000 പേജ് 38 ഈ ഒരു ഗ്രാഫിൽ നിന്നും കെ ടിയുടെ വാല്യൂ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. എഫ് എസിന്റെ വാല്യൂ ഒക്കെ എങ്ങനെയാണ് പുട്ട് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടെ ചെയ്യാം. എൽ ബൈ ഡി ബേസിക് കണ്ടിന്യൂസ് സ്ലാബ് ആയതുകൊണ്ട് വാല്യൂ 26 ആണ്. കെ ടി മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്, അതിൽ ആ ഗ്രാഫിൽ നമുക്കറിയാം ആ ഒരു ടേബിളിൽ ആ ഒരു ഗ്രാഫിൽ നിന്ന് പുട്ട് ചെയ്യാൻ വേണ്ട ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 100 S/PD ആണ്. 100 into 392.69 into 1000/160 0.245 will get. പിന്നെ വേണ്ടത് FS ആണ്. 0.58 FI into AST required by AST provided. അത് നമ്മൾ പ്രൊവൈഡ് സപ്പോർട്ടിലാണ് ചെയ്യുന്നത്. യു വിൽ ഗെറ്റ് 226.403. ഈ 226.403 0.245 എന്നുള്ള വാല്യൂ കൂടി പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൽ നിന്നും കെ ടിയുടെ വാല്യൂ 1.7 കിട്ടും. ഒന്നുകൂടെ പറയാം, ഇതിൽ FSന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 220 സംതിങ് ആണ്. അതും പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് വാല്യൂ നമുക്ക് കിട്ടി. അതുകൂടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഏകദേശം ഈ ഒരു പോർഷനിലായിട്ട് വരും. ഈ ഒരു പോർഷനിൽ അവിടെ നമുക്ക് വാല്യൂ കിട്ടും. ഏകദേശം ഒരു റഫ് വാല്യൂ ഇവിടുന്ന് പെട്ടെന്ന് പിക്ക് ചെയ്താൽ മതി, കാരണം അത്ര മൈന്യൂട്ട് ആയിട്ട് സബ്ഗ്രിഡ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാഫാണ്. അപ്പോൾ ഓൾമോസ്റ്റ് റേഞ്ച് 1.6 to 2 ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമ്മൾ പുട്ട് ചെയ്യും. യു വിൽ ഗെറ്റ് ദ വാല്യൂ 1.7. KC 1 ആണ് വരിക. കംപ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 1ന്റെ ബിലോ ആയിട്ടാണ് നമ്മളെ വാല്യൂ എല്ലാം വരിക. KF എന്ന് പറയുന്നത് ഫ്ലാഞ്ച്ഡ് ബീംസിന് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ബീംസ് ഫ്ലാഞ്ച്ഡ് അല്ലാത്തതുകൊണ്ട് അതിന് KFന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ യു വിൽ ഗെറ്റ് L by D maximum equal to L by D basic 26 into 1.6. You will get 44.2. ഇനി നമ്മൾ മാക്സിമം L by D റേഷ്യോ കിട്ടി. നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്? 4 ആണ് നമ്മുടെ സ്പാന്. ഡെപ്ത് 0.16 ആണ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ 25. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് 25 ആണ്. മാക്സിമം വാല്യൂ 44.2 ആയതുകൊണ്ട് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഈസ് ഓക്കെ. L by D maximum 44.2 വരെ വരാം. L by D ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈനിന്റെ ഒരു പ്രത്യേകതയാണ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്നുള്ളത്. ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വർക്കിംഗ് സ്ട്രെസ്സും ലിമിറ്റ് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സർവീസബിലിറ്റി ആൻഡ് ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ. അതിലാണ് ഈ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻസ് ഒക്കെ വരുന്നത്. അടുത്തെന്താണ്? ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. യു വിൽ ഗെറ്റ് LD. നമുക്കറിയാം ഇക്വേഷൻ LD ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1.3 m1/v plus L0. നമുക്ക് എന്ത് ചെയ്യണം? LD കാൽക്കുലേറ്റ് ചെയ്യണം. LD നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. 0.87 FI 4/4 tau BD. 0.87 into 5 എത്രയാണ്? 415. 5 എന്ന് പറയുന്നത് 10 mm ഡയാബാർസ് ആണ്. ഡെവലപ്മെന്റ് ലെങ്ത് അറ്റ് എൻ സപ്പോർട്ട് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് എൻ സപ്പോർട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഡെവലപ്മെന്റ് ലെങ്ത് എന്തിനാണ് കൊടുക്കുന്നത്? എക്സ്ട്രാ ആങ്കറേജ് അല്ലെ? എക്സ്ട്രാ ആങ്കറേജ് ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആങ്കറേജ് ബോണ്ടിന് കറസ്പോണ്ടിങ് കിട്ടാൻ വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബാർ എവിടെയാണോ നിർത്തേണ്ടത് അതും കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എൻഡിലാണ് ഇത്രയും പ്രശ്നം വരുന്നത്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് പോവാണ്.
അപ്പോൾ ലെങ്ത് ഓഫ് എൻഡ് സപ്പോർട്ടിൽ ചെക്ക് ചെയ്യാൻ കാരണം അതാണ്. ഡെവലപ്മെന്റ് ലെങ്ത് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ആങ്കറേജ് ഒക്കെ പ്രശ്നം വരുന്നത് ബീം റീഇൻഫോഴ്സ്മെന്റ് എൻഡ് ചെയ്യുന്ന പോർഷൻസിലാണ്. അപ്പോൾ അതാണ് LD ഈക്വൽ ടു 0.87 FI 5/4 tau BD 0.87 415 10/4 into 1.2 into 1.6. tau BD വാല്യൂ ഒക്കെ പുട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. tau BD വാല്യൂ 1.2 ആകാൻ കാരണം എന്താണ്? M20 ഗ്രേഡ് കോൺക്രീറ്റിന് 1.2 ആണ് വാല്യൂ. 1.6 ആകാൻ കാരണം എന്താണ്? HYSD ബാറിന് 60% ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആ പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും വാല്യൂസ്. അപ്പോൾ യു വിൽ ഗെറ്റ് ദ ഡെവലപ്മെന്റ് ലെങ്ത് വാല്യൂ ആസ് 470.12 mm. മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി M1 എന്ന് പറയുന്നത് 0.87 FI AST D1 മൈനസ് FI AST BD FCK. അതില് AST പ്രൊവൈഡ് ചെയ്ത് 436.332 ആക്കാൻ കാരണം എന്താണ്? സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇക്വേഷനിൽ നമ്മൾ അതാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 0.87 415 436.322 160 into 1 minus 415 into 436.322 by 1000 into 160 into 20 FCK 20. We'll get the value M1 as 25.06 kilonewton meter. ഇനി നമുക്ക് ഇക്വേഷനിൽ എന്താണ് കാണാനുള്ളത്? M1 കണ്ടു, ഇനി V ഷിയർ ഫോഴ്സ് കാണണം. ഷിയർ ഫോഴ്സും കാണുമ്പോൾ ശ്രദ്ധിക്കണം, എൻ സപ്പോർട്ട് ആണ് നമ്മൾ കണ്ടുവച്ചത്. മാക്സിമം ഷിയർ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത സ്റ്റെപ്പിൽ മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആ ടേബിളിലോട്ട് ഒന്നുകൂടെ പോവാം. ആ ടേബിളിൽ നിന്നും 0.4 നമുക്ക് ആ ടേബിളിൽ നിന്നും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. ടേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അറ്റ് എൻഡ് സപ്പോർട്ട് ഡെഡ് ലോഡിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 0.4. ലാബ് ലോഡിന്റെ എത്രയാണ്? 0.45. എൻ സപ്പോർട്ടിൽ ബാക്കി എല്ലാം ഇന്റീരിയർ സപ്പോർട്ട് ആണ്. പിന്നെ സപ്പോർട്ട് നെക്സ്റ്റ് ടു ദ എൻ സപ്പോർട്ട് ആണ്. നമുക്ക് എൻ സപ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ലെങ്ത് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എൻ സപ്പോർട്ടിലെ വാല്യൂ 0.4ഉം 0.45. 0.4 into dead load plus 0.45 into live load into LFT. You will get the value 23.76 kN as shear force. L0 എന്ന് പറയുന്നത് ആങ്കറേജ് ബിയോണ്ട് ദ സെന്റർ ഓഫ് സപ്പോർട്ട് ആണ് ഈക്വലന്റ് ആങ്കറേജ് വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. സെന്റർ ഓഫ് സപ്പോർട്ടിൽ നിന്നും എത്രത്തോളം നീട്ടി ബാർ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ വല്ല ബെൻഡോ ഹുക്കോ അല്ലെങ്കിൽ 135 ഡിഗ്രി ബെൻഡോ കൊടുക്കുകയാണെങ്കിൽ അതിന് എത്ര ആങ്കറേജ് വാല്യൂ, രണ്ടും കൂടി ആഡ് ചെയ്താണ് L0 എന്ന് പറയും. നമ്മളിവിടെ ബെൻഡ് ചെയ്യുന്നില്ല, നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് ഒരു സപ്പോർട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലാബ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഇത് എൻഡ് സപ്പോർട്ടാണ്. ഇവിടെ എക്സ്ട്രാ സ്ലാബുകളൊക്കെ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന ബാറ് ഇവിടുന്ന് ഇങ്ങനെ നിർത്തുന്നത്. ഇവിടെ ഒരു ഹുക്കോ ബെൻഡോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ടോപ്പ് ബാർ ഇവിടുന്ന് ബെൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബെൻഡോ ഹുക്കോ ഒന്നും പ്രൊവൈഡ്, സ്ട്രൈറ്റ് ആണ് എങ്കിൽ ഈ ആങ്കറേജ് വാല്യൂ എന്തില്ല, ആവശ്യമില്ല. അങ്ങനെയുള്ള കേസാണെന്ന് വിചാരിക്കാം, നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആങ്കറേജ് ബിയോണ്ട് ദ സെന്റർ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200/2 - 20. അതായത് 200 ആണ് ടോട്ടൽ വിഡ്ത്ത്. സെന്റർ ഓഫ് സപ്പോർട്ടിൽ നിന്നും എത്ര ആങ്കറേജ് അല്ലേ? അപ്പൊ എത്രയാണ്? ഈ വാല്യൂ ആണ് നമുക്ക്. പക്ഷെ അതിന് എന്ത് ചെയ്യും? കവർ മൈനസ് ആവും. അപ്പൊ കവർ എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ 200/2 - 20 വിൽ ഗെറ്റ് വാല്യൂ 80 mm. 80 mm എന്നുള്ള വാല്യൂ കിട്ടി. നമുക്ക് ഇനി ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. 1.3 M1/V plus L0 എന്ന് പറയുന്നത് എത്രയാണ്? 1.3 into 25.06 എന്താണ് M1, 23.76 V plus 0.08. 0.08 കൊടുക്കാൻ കാരണം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താണ്. യു വിൽ ഗെറ്റ് 1.451 മീറ്റർ ആസ് ഇതിന്റെ വാല്യൂ. നമ്മൾ കൊടുത്ത ഡെവലപ്മെന്റ് ലെങ്ത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ലെങ്ത് എത്രയാണ്? 470.12 ആയതുകൊണ്ട് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ഈസ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറുകൾ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എല്ലാ സ്റ്റെപ്പുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ
അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്താണ്? ഡിസൈൻ റിസൾട്ട് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുന്നു. അടുത്തത് ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ശരിക്കും IS 456 ഡീറ്റെയിലിംഗിനെ കുറിച്ചില്ല. അതായത് റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം, കർട്ടെയിൽമെന്റ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല. വേറെ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാലും സ്ലാബിന്റെ കേസിലൊക്കെ ഡീറ്റെയിലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം, എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഒരു ബീം ആയാലും സ്ലാബ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനടി പ്രത്യേകിച്ച് എക്സാമിന് ഡയഗ്രാം മസ്റ്റ് ആണ്. ബീം ആണെങ്കിൽ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നു, താഴെ 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയ അറ്റ് ഇത്ര, അതേപോലെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് റിങ്ങിന്റെ വാല്യൂ ഒക്കെ എഴുതണം. സ്ലാബ് ആവുമ്പോൾ ഇത്തരം ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുക്കുക. നമുക്കറിയാം ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചത് ഇതാണ് നമ്മുടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഫോർ സാഗിങ് മൊമെന്റ്. ഇത് സപ്പോർട്ടിലുള്ള നമ്മൾ സപ്പോർട്ട് മൊമെന്റ് കൊടുക്കാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ബാറുകൾ. ഇത് സൈഡ് കണ്ടീഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മളിത് 2 ടൈപ്പ് ബാറുകൾ ഉണ്ടാവും. ഒന്ന് ഇങ്ങനെ ക്രാങ്ക് ചെയ്ത ബാറും പിന്നെ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്ത ബാറും. ഇത് ആൾട്ടർനേറ്റീവ് പ്ലേസിൽ ഇതിങ്ങനെ പുട്ട് ചെയ്യാണ് ചെയ്യാറ് നോർമൽ കേസിൽ. ഇപ്പൊ ഈ ഒരു ബാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലാപ്പ്. ഈ ഒരു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും. സെൻട്രലിൽ വേണ്ട സ്പേസിങ്ങിന്റെ പകുതി മതിയായിരിക്കും ബോട്ടത്തിൽ സപ്പോർട്ടിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഇതിന്റെ അതുകൊണ്ടാണ് പകുതി റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് കർട്ടെയിൽ ചെയ്യും. ഇനി ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ് ബിയോണ്ട് ദ എൻഡ് ഓഫ് ദി സപ്പോർട്ട്. ഫേസ് ഓഫ് ദി സപ്പോർട്ടിൽ നിന്ന് എത്ര മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങോട്ട് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് വാല്യൂ ആണ് LD/3. ഡെവലപ്മെന്റ് ലെങ്ത് ബൈ 3 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് മൊമെന്റ്സ് വരുന്ന ഭാഗങ്ങളിൽ സപ്പോർട്ടിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.15 or 0.1 L ഫ്രം ദി സെന്റർ ഓഫ് ദി സപ്പോർട്ട്. ഫ്രം ദി സെന്റർ ഓഫ് ദി സപ്പോർട്ട് 0.15 or 0.1 L ഫ്രം ദി സെന്റർ ഓഫ് ദി സപ്പോർട്ട് ആണ് ഈ ഒരു ലെങ്ത്. അതുപോലെ തന്നെ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടുകളിൽ സെന്റർ ഓഫ് ദി സപ്പോർട്ടിൽ നിന്ന് 0.25 L വെച്ചിട്ടാണ് കർട്ടെയിൽ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0.25 L. ഇത്രയാണ് ഡീറ്റെയിലിംഗിൽ വരുന്ന ടോപ്പിക്കുകൾ. ഇനി എന്തെങ്കിലും നിങ്ങൾ ടെക്സ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ ഇതിന്റെ ഡൗട്ട് വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി. എന്തായാലും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രോ ചെയ്ത് കാണിക്കണം. നമ്മൾ കൊടുത്ത റീഇൻഫോഴ്സ്മെന്റ് AST 1 ആണെങ്കിൽ AST എന്താണ് കൊടുത്തത്, 8 mm, 10 mm, 5. ഇത് സൈഡിലാവുമ്പോൾ കാണിക്കാൻ പറ്റാത്തതുണ്ട്. 10 mm 5 അറ്റ് സ്പേസിങ്, 10 mm 5 അറ്റ് നമ്മൾ കൊടുത്തത് എത്രയാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 180 mm സെന്റർ ടു സെന്റർ. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ 8 mm 5 അറ്റ് 220 mm സെന്റർ ടു സെന്റർ. പിന്നെ സപ്പോർട്ട് ഇതിൽ കൊടുക്കുക 10 mm 5 അറ്റ് നമ്മൾ കൊടുത്തത് എത്ര 180 അല്ല ഇത് കൊടുത്തത്, ഇത് 200. ആ വാല്യൂ ഇവിടെ എഴുതി കാണിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LD/3 ഒക്കെ LD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂ കൂടെ ഇതിൽ എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇപ്പോൾ സേ ഒരു 300 mm ആണ് കിട്ടിയെങ്കിൽ 300 mm കൂടെ ഇതിൽ എഴുതി വെക്കുക ഡ്രോ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇത്രയാണ് സ്ലാബിൽ വരുന്ന വൺ വേ സ്ലാബിൽ വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഒന്ന് സിംപ്ലി സപ്പോർട്ടറും കണ്ടിന്യൂസും. അടുത്തത് ഒരു കാൻഡിലിവർ എന്ന് പറയുന്ന ഒരു പോർഷൻ, സൺഷെയ്ഡ് എന്ന പോർഷൻ ഉണ്ട്, നമുക്ക് എടുക്കാം. പിന്നെ വരുന്നത് 2 വേ സ്ലാബ്സ് ആണ്. 2 വേ സ്ലാബ്സിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര ലെങ്തി ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കുന്ന അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ 2 വേ സ്ലാബ്സിന് എന്തായാലും പഠിച്ചിട്ട് പോകണം. 2 വേ സ്ലാബ്സിന് പിന്നെ അത് മാത്രമല്ല അതിന് ഒരുപാട് ഇക്വേഷൻസ് അതൊക്കെ എല്ലാം കോഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നും അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഇല്ല. സിംപ്ലി സപ്പോർട്ടർ വൺ വേ സ്ലാബ് ഒക്കെ സിംപ്ലി സപ്പോർട്ടർ നമുക്ക് മാക്സിമം എല്ലാം ക്ലാസ്സിൽ ഒരു എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റുന്ന സ്റ്റെപ്പുകളായതുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു സ്ലാബില് IS കോഡ് പ്രൊവിഷൻസ് ആണ്. നമ്മുടെ സ്ലാബിന് വരുന്ന ജനറലി വരുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത നമ്മുടെ ഡിസൈനിന്റെ സ്റ്റെപ്പുകളിൽ പലപ്പോഴായിട്ട് ചെക്ക് ചെയ്ത കാര്യങ്ങളും പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ വരുന്ന സ്ലാബിന്റെ പ്രൊവിഷൻസ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. ഇത് പലപ്പോഴായിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാമിനുകളും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. മാത്രമല്ല ഇത് ഒരു ഇൻഫർമേഷൻ ആണ്. ഏത് ഒരു ഫീൽഡിൽ ചെല്ലുമ്പോഴും സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവും, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുമ്പോൾ IS കോഡ് മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുക.
അപ്പോൾ IS കോഡിൽ എന്ത് പറഞ്ഞു, സ്ലാബിനെ കുറിച്ച് എന്താണ് ക്ലോസുകൾ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് പോയിന്റ്. നമുക്ക് അറിയുന്നതാണ് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ മെയിൻ റീൻഫോഴ്സ്മെന്റ് ആകുമ്പോൾ 0.15% സോറി മാക്സിമം മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡറി റീൻഫോഴ്സ്മെന്റിന് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഏത് സ്റ്റീൽ ആണെങ്കിലും മിനിമം ഇത്ര വേണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ട് ഒരു സ്ലാബിന്. ആ വാല്യൂ ആണ് 0.15% ഓഫ് ഗ്രോസ് ഏരിയ ഫോർ മൈൽഡ് സ്റ്റീൽ ബാർ ആൻഡ് 0.12% ഗ്രോസ് ഏരിയ ഫോർ HYST ബാർസ്. HYST ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാ ബാറും HYST ആണ്. 415, 500, 550 എല്ലാം HYST ബാർ, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്, ഡീഫോംഡ് ട്വിസ്റ്റഡ് ബാർസ്. മാക്സിമം പെർസെൻറ്റേജ് ഓരോ സെക്ഷൻ, ഓരോ കോളം ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും ബീം ആണെങ്കിലും അതിനെല്ലാം IS കോഡ് മാക്സിമം ഏരിയ ഓഫ് സ്റ്റീലും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? സ്റ്റീലിന്റെ ഏരിയ കൂടാനും പാടില്ല, ഓവർ റെയിൻഫോഴ്സ്ഡ് ആവാനും പാടില്ല. ഓവർ റെയിൻഫോഴ്സ്ഡ് തീരെ ആവാൻ പാടില്ല, സ്ട്രക്ചർ ഫെയിൽ ആവും, നമുക്ക് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ ഗ്യാപ്പ് ഇല്ലാത്ത വരും. അപ്പോൾ എല്ലാത്തിനും ഒരു മാക്സിമം വാല്യൂ കോഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ ആണ് 4%. സ്ലാബിന് 4%, ക്രോസ് സെക്ഷൻ ഏരിയന്റെ 4%-നേക്കാളും കൂടുതലായിട്ട് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. മിനിമം ക്ലിയർ കവർ ടു മെയിൻ റീൻഫോഴ്സ്മെന്റ് ആസ് പെർ IS 456/2000 20 mm ആണ് സ്ലാബിൽ വരുന്ന മിനിമം റീൻഫോഴ്സ്മെന്റ്. മാക്സിമം ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സ്മെന്റ് തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 8. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ. ഇപ്പോൾ ഒരു 10 സെന്റിമീറ്ററിന്റെ സ്ലാബ് ആണെങ്കിൽ 10 സെന്റിമീറ്ററിന്റെ സ്ലാബ് ആണെങ്കിൽ നമുക്ക് എത്ര വരും? 10/8 1.25 സെന്റിമീറ്റർ വരും. അതായത് 12.5 mm ഒക്കെ എന്താണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളത്. അപ്പൊ നോർമൽ കേസിൽ നമ്മൾ 10 സെന്റിമീറ്റർ സ്ലാബിലൊക്കെ 8 mm ഡയാണ് ഉപയോഗിക്കുക. അത് നമുക്ക് ഓക്കെ ആണ്. 12.5 സെന്റിമീറ്റർ ആണ് മാക്സിമം ഡയമീറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ 10 സെന്റിമീറ്റർ സ്ലാബിന്. ഇനി മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 4. 10 സെന്റിമീറ്റർ സ്ലാബ് ആണെങ്കിൽ എത്ര ഉണ്ടാവും? 2.5 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ, അതായത് 25 mm ആണ് മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സൈസ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണ്? മെറ്റൽ എന്ന് പറയുന്നത് 20 mm ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം സൈസ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. ഏതെങ്കിലും കേസിൽ ഇതിനേക്കാളും വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. പിന്നെ മാക്സിമം സ്പേസിംഗ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ എടുത്തിരുന്നു. മെയിൻ റീൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ 3D or 300 mm വിച്ച് എവർ ഈസ് ലെസ്, അതിനേക്കാളും കുറയണം. അതാണ് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ സ്പേസിംഗിന്റെ. സെക്കൻഡറി റീൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ 5D or 450 mm. ഇനി അടുത്തൊരു ക്ലോസ്, മിനിമം തിക്നെസ് ഇൻ കേസ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ് ഷാൾ ബി 125 mm, 12.5 സെന്റിമീറ്റർ. എന്താണ് ഈ ഫ്ലാറ്റ് സ്ലാബ് എന്നുള്ളത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല, ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു സ്ലാബ് എന്ന് പറയുന്നത് സപ്പോർട്ടർ ഓൺ ബീംസ്, ദെൻ ഒരു സപ്പോർട്ട് ബീം ഉണ്ടാവും അല്ലെ, എന്നിട്ടാണ് കോളത്തിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വാളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാണ് ഒരു ബീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബീമിലൂടെയാണ് കോളത്തിലോട്ട് പോകുന്നത്. ഫ്ലാറ്റ് സ്ലാബുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോളം സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്ലാബുകളാണ് ഫ്ലാറ്റ് സ്ലാബ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് കോളത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ക്യാപിറ്റൽസ്, ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു മാത്രം പോയിന്റ് നോട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിന് 125 mm എന്നുള്ളത്. അതായത് ഇങ്ങനെ ഒരു ഡ്രോപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. കോളല്ല, കുറച്ച് ഇവിടെ ഒരു വിടുത്ത് കൂട്ടി കൊടുക്കും ഇത്തരം ഫ്ലാറ്റ് സ്ലാബുകൾക്ക്. ഇത്രയാണ് നമുക്ക് 1 വേ സ്ലാബ്, കണ്ടിന്യൂസ് സ്ലാബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡിസൈൻ പ്രൊസീജിയർ ആണ്, റിവൈസ് ചെയ്യുക. സംഭവം സിമ്പിൾ ആണ്, കൂടുതൽ തിയറി പഠിക്കാനൊന്നുമില്ല. സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ നിന്ന് ഒന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും നമുക്ക് IS കോഡിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരുപാട് വട്ടം നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുക, IS കോഡിലെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ടായി മാറും. അപ്പോൾ എനിവേ താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മാത്സ് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് ഇത് കഴിയുന്ന ഉടൻ തന്നെ ഗൂഗിൾ ഫോം തരുന്നതാണ്, അതിൽ എൻ്റർ ചെയ്യും. ഓക്കെ, എനിവേ താങ്ക് യു.